മുസ്ലിം ലീഗിൽ നെക്സസ് വിവാദം. പി വി അൻവറിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലമ്പൂരിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന KM ഷാജിയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം നേതൃത്വം മുടക്കിയെന്നാണ് ആരോപണം. പരിപാടി റദ്ദാക്കിയത് ഇടതുപക്ഷവുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണെന്ന് സൈബർ ഗ്രൂപ്പുകളിൽ വിമർശനമുയരുന്നു. എന്നാൽ ആരോപണം നിഷേധിച്ച് ലീഗ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ 1-ാം തീയതി KM ഷാജി നിലമ്പൂരിൽ എന്ന രൂപത്തിലുള്ളൊരു പ്രോഗ്രാം നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കി എവിടെയും വിതരണം ചെയ്തിട്ടില്ല. ഇത് പാർട്ടിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതിന് വേണ്ടി ചില തൽപര കക്ഷികൾ പടച്ചുണ്ടാക്കിയതാണ് എന്ന് നല്ലവരായ സഹപ്രവർത്തകർ മനസ്സിലാക്കണം. അഷ്കർ അലി കരിമ്പയുണ്ട് വിവരങ്ങളുമായി. അഷ്കർ, ഈ നെക്സസ് ആരോപണം PV അൻവർ ഉന്നയിച്ചത് തന്നെ ലീഗ് കോൺഗ്രസ് നേതാക്കളും CPM-ഉമായിട്ടൊക്കെ ചില കാര്യങ്ങളിൽ ഒത്തുതീർപ്പുകളുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. അതിലേക്ക് BJP-യും വരുന്നു എന്ന രൂപത്തിലാണ് അദ്ദേഹം അന്ന് പ്രതികരിച്ചിരുന്നത്. അത് പിന്നെ നേതാക്കൾ നിഷേധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ KM ഷാജിയുടെ പരിപാടി റദ്ദാക്കി എന്നുള്ള വലിയ വിമർശനം സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ KM ഷാജി ഇതിനോട് പ്രതികരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നോ? സ്മൃതി, ഈ വിഷയത്തിൽ പ്രതികരണത്തിനില്ല എന്നുള്ളതാണ് KM ഷാജി ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ പോലും നമ്മൾ ചിലർ ശ്രമിച്ചെങ്കിൽ പോലും ഇതിൽ പ്രതികരിക്കാനില്ല എന്നുള്ള നല്ലൊരു അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ കൃത്യമായി നമുക്ക് പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, KM ഷാജിയുടെ തീയതിക്ക് വേണ്ടി, ഡേറ്റിന് വേണ്ടി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അദ്ദേഹം ഇന്ന് വൈകുന്നേരം നിലമ്പൂരിലെത്താമെന്ന് അദ്ദേഹത്തിന് സമയം നൽകുകയും ചെയ്തു, ഡേറ്റ് നൽകുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരം ആർക്ക് നിലമ്പൂരിൽ വെച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചത്. അതിൽ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ചിലരുടെ അനുകൂല നിലപാടുകളും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ പോസ്റ്ററുകൾ പുറത്തിറങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിൽപ്പെട്ട ചില ആളുകളും ജില്ലാ കമ്മിറ്റിയിൽപ്പെട്ട ചില ആളുകളും അടക്കം ഇടപെട്ടുകൊണ്ട് ഈ പാർട്ടിയുടെ തന്നെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ പരിപാടി റദ്ദാക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്ന വിമർശനം. അതിൽ ഏറ്റവും അടിസ്ഥാനമായി പറയുന്ന കാര്യം, KM ഷാജിയെ പോലെ വലിയ തോതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും ആഞ്ഞടിക്കുന്ന മുസ്ലിം ലീഗിലെ തന്നെ ഏറ്റവും വലിയൊരു ശബ്ദങ്ങളിൽ ഒന്നാണ് KM ഷാജി. അത്തരമൊരു KM ഷാജിയുടെ പ്രസംഗം നിലമ്പൂർ നടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് PV അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിന് ശേഷം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരമൊരു പരിപാടി നടക്കുകയാണെങ്കിൽ അത് മുസ്ലിം ലീഗിന് മുതൽക്കൂട്ടാകും, അല്ലെങ്കിൽ UDF-ന് അൻവറിന്റെ ആരോപണം വലിയൊരു ആയുധമായി മാറുമെന്ന് തന്നെയായിരുന്നു വിലയിരുത്തൽ. പക്ഷേ അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ തന്നെ KM ഷാജിയുടെ പ്രസംഗം നേതാക്കൾ തന്നെ ഇടപെട്ട് തടഞ്ഞു എന്നുള്ളത് വലിയ വിമർശനത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. സൈബർ ഗ്രൂപ്പുകളൊക്കെ തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരൊക്കെ വലിയ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നു. PV അൻവർ ഉന്നയിച്ച അതേ ആരോപണം, അഥവാ നെക്സസ് ആരോപണത്തിലുള്ള ശക്തമായ തെളിവാണ് ഇത് എന്നാണ് ഇപ്പോൾ പാർട്ടി അണികൾ തന്നെ നേതൃത്വത്തിനെതിരെ വിമർശനമായി ഉയർത്തുന്നത്. അത്തരത്തിൽ ഇടതുപക്ഷ സർക്കാരുമായി ഇല്ലെങ്കിൽ ഇടതുപക്ഷമായി മുസ്ലിം ലീഗിന്റെ തന്നെ ചില മുതിർന്ന നേതാക്കൾ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു. ആ ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ് KM ഷാജിയെ പോലെയുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള KM ഷാജിയുടെ പ്രസംഗം പാർട്ടി നേതൃത്വം തന്നെ തടഞ്ഞത്. അത് ഈ ഒത്തുതീർപ്പിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഉയർന്ന വിമർശനം. എന്നാൽ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി നൽകുന്ന വിശദീകരണം, അത്തരമൊരു പരിപാടി പാർട്ടി തീരുമാനിച്ചിട്ടില്ല, ആ പോസ്റ്ററുകൾ തന്നെ വ്യാജമാണ്, അത്തരമൊരു പരിപാടിക്ക് വേണ്ടി പാർട്ടി ഒരു പ്രചാരണം നടത്തിയിട്ടില്ല, ഇപ്പോഴുള്ള പോസ്റ്ററുകളൊക്കെ തന്നെ വ്യാജമാണ് എന്നാണ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ഒരു ഓഡിയോ സന്തോഷമായി തന്നെ ഇപ്പോൾ പ്രവർത്തകർക്ക് കൈമാറിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തുവിട്ട് വന്ന ചില പോസ്റ്ററുകളിൽ അത് ഡിസൈൻ ചെയ്ത സ്ഥാപനത്തിൻ്റെ നമ്പറുകളടക്കം സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് മണ്ഡലം കമ്മിറ്റിയുടെ തന്നെ ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്ന് ചോർന്നതാണ് ഈ പോസ്റ്റർ എന്നാണ് ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നതും. എന്തായാലും മുസ്ലിം ലീഗിനെ വലിയ തോതിൽ പിടിച്ചൊളിക്കുന്ന തരത്തിൽ തന്നെ ഈ ഒരു നെക്സസ് വിവാദം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. സംയമനത്തോടുകൂടി പതുക്കെയുള്ള പ്രതികരണങ്ങൾ ഇനി സാധ്യമാണോ യഥാർത്ഥത്തിൽ? കാരണം CPM ഇപ്പോൾ വേറൊരു ലൈനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലീഗുമായി കൈകോർക്കാമെന്നൊരു ഘട്ടത്തിൽ ആലോചിച്ചെങ്കിൽ ഇപ്പോൾ ഇനി അത് ആലോചിക്കേണ്ടതേ ഇല്ല. ലീഗിനെ കൂടി തീവ്രവാദികളുമായി ബന്ധമുള്ള സംഘം എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇപ്പോൾ തീവ്ര നിലപാടുള്ള ഒരു പാർട്ടിയായി ലീഗിനെയും അവർ വ്യാഖ്യാനിക്കുന്നു. കാരണം SDPI പോലുള്ള സംഘടനകളുടെ പിന്തുണ തേടുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം കണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കുന്ന രൂപത്തിൽ UDF-ന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണർ ആയിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ഇന്ന് മുഹമ്മദ് റിയാസ് അല്പം മുമ്പ് പ്രതികരിച്ചത്. അപ്പോൾ ഇനി ശക്തമായ പ്രതികരണങ്ങൾ UDF-ൽ നിന്നും യഥാർത്ഥത്തിൽ വരുമെന്നാണ് കരുതേണ്ടത്. പക്ഷേ ലീഗ് ഇതുവരെയുള്ള ഭാഷ ഉപേക്ഷിക്കേണ്ടി വരില്ല. അങ്ങനെയൊരു ശക്തമായ പ്രതികരണം നടത്തിക്കൊണ്ടിരുന്ന നേരത്തെ പറഞ്ഞ പോലെ KM ഷാജിയാണ്.
സ്മൃതി, ഈ അണികൾ ഉയർത്തുന്ന വലിയ രാഷ്ട്രീയ ആരോപണവും അത് തന്നെയാണ് നേതൃത്വത്തിനെതിരെ ആണെങ്കിൽ പോലും. കാരണം സുജിത് ദാസിനെതിരെ മലപ്പുറത്ത് വലിയ വിവാദങ്ങളും കോളിളക്കങ്ങളും ഉണ്ടായെങ്കിൽ പോലും ഒറ്റപ്പെട്ട ചില സമരങ്ങളിലും പ്രഖ്യാപനങ്ങളിലും പാർട്ടിയുടെ പ്രതിഷേധം ഒതുങ്ങിപ്പോയില്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ ഒതുങ്ങിപ്പോയി ശക്തമായ പ്രക്ഷോഭങ്ങളൊക്കെ തീരുമാനിച്ചെങ്കിൽ പോലും പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുമായി മുന്നോട്ട് വന്ന MSF ആണെങ്കിലും യൂത്ത് ലീഗ് അടക്കമുള്ളവരാണെങ്കിൽ പോലും നേതൃത്വം തന്നെ ഇടപെട്ട് ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ സൈബർ ഗ്രൂപ്പുകൾ നടക്കുന്ന പ്രചാരണം. സമാനമായ രീതിയിൽ തന്നെ PV അൻവർ വലിയ രാഷ്ട്രീയ ആരോപണം ഉയർത്തുന്നു. സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, പാർട്ടിക്കെതിരെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ പോലീസ് സേനയ്ക്കെതിരെ വലിയ സംഘപരിവാർ വൽക്കരണമടക്കം ആരോപിക്കുമ്പോൾ പോലും അതിൽ മുഖ്യമന്ത്രി ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അണികളുള്ള ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള മുസ്ലിം ലീഗ് പാർട്ടി എന്തു ചെയ്തു എന്നുള്ളതാണ് അണികൾ ചോദിക്കുന്നത്. പേരിനൊരു പ്രതിഷേധം എന്നതിന് അപ്പുറത്തേക്ക് ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനോ വലിയ മാർച്ചുകൾ സംഘടിപ്പിക്കാനോ ഒന്നും പാർട്ടി തയ്യാറാവുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പാർട്ടിയുടെ ഗ്രൂപ്പിൽ ഉയർന്നിരുന്ന വിമർശനമാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ PV അൻവറിന്റെ ആരോപണങ്ങൾ ശക്തമായി, പാർട്ടിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമായി കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നു. അപ്പം അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വന്ന് നിലമ്പൂരിൽ PV അൻവർ രാഷ്ട്രീയ വിശദീകരണ യോഗം സമ്മേളിപ്പിച്ചിട്ട് പോലും മുസ്ലിം ലീഗിന് അത് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയൊക്കെ വലിയ കോട്ടയായി അറിയപ്പെട്ടിരുന്ന മുസ്ലിം ലീഗ് ശക്തമായ സ്വാധീനമുള്ള ഒരു മേഖല തന്നെയാണ് നിലമ്പൂർ. അത്തരമൊരു നിലമ്പൂരിൽ മുസ്ലിം ലീഗ് ഒരു പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം തീരുമാനിച്ചിട്ട് അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്ന അവസ്ഥ എന്താണ്? അതിൻ്റെ ഇടപെടൽ ആരാണ് എന്നുള്ളതാണ് അണികൾ ഉയർത്തുന്ന ചോദ്യം. പക്ഷേ അതിന് മുമ്പിൽ ഉത്തരമില്ലാത്ത പോകുന്നു മുസ്ലിം ലീഗ് നേതൃത്വത്തിനും. ഇനി CPM രാഷ്ട്രീയ നിലപാട് മാറ്റുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായുള്ള ഒരു പ്രീണന നിലപാടിൽ നിന്നും മുസ്ലിം ലീഗിനടക്കം വർഗീയ പാർട്ടിയെ ചിത്രീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നിലപാട് മാറ്റുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ, CPM നിലപാട് മാറ്റുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ പോലും മുസ്ലിം ലീഗിലെ നേതൃത്വം അത്തരമൊരു ഗൗരവമായ പരാമർശങ്ങളുമായി ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല, ഇല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയിട്ടില്ല. ഇന്നെന്തായാലും യൂത്ത് ലീഗ് ശാഖാതലങ്ങളിലടക്കം ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നെക്സസ് വിവാദം വലിയ തോതിൽ വാർത്തയായ സാഹചര്യത്തിൽ ഇനി വരും ദിവസം ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് മുസ്ലിം ലീഗ് പോയേക്കും. മാത്രമല്ല ഇന്നത്തെ പ്രതിഷേധ പരിപാടികളിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ വലിയ സാന്നിധ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നെക്സസ് വിവാദം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. അണികളടക്കം നേതൃത്വത്തിനെതിരെ തിരിഞ്ഞത് നേതൃത്വത്തെ വലിയ തോതിൽ പ്രതിരോധത്തിലുമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ സ്വാഭാവികമായും സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരേണ്ടി വരും. ഇപ്പോൾ യൂത്ത് ലീഗ് അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രതിഷേധങ്ങളും മുഖ്യമന്ത്രി നടത്തിയ, അല്ലെങ്കിൽ ഇത് ഹിന്ദുവിന് നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ്. അതിനപ്പുറത്തേക്ക് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ശക്തമായ പ്രതിഷേധങ്ങളിലേക്കടക്കം ഇനി മുസ്ലിം ലീഗ് കടക്കുമോ എന്നുള്ളതും ഇനി കാത്തിരുന്ന് കാണണം.